മൗത്തിൻ്റെ കാര്യം ഏവരും ഓർക്കേണ്ടതാ, അത് കൽബ് നാക്കി വരണ്ട് കൊണ്ടും വേണ്ടതാ. തിരുമുമ്പിലുണ്ടെന്നുള്ള നിലയിൽ തന്നെ ചിന്തിച്ച് കൊണ്ടിരിക്കേണ്ടതാ നീ പൊന്നേ. വിദ്യാർത്ഥികൾക്കിത് സുന്നത്തില്ലെന്നുണ്ട്, പഠിപ്പിന് പ്രതിബന്ധം വരും അതുകൊണ്ട്. ഇത് നിബുജൈരിമി നോക്കിയാൽ കാണുന്നതാ, 499 പറയുന്നതാ. ഇൽമിൻ്റെ ശ്രേഷ്ഠതയാണിതിൽ കാണുന്നത്, മാറ്റെപ്പോഴും കുറയാത്ത തങ്കം തന്നത്. റൂഹുള്ള ഈസാ തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്നേ. ദാവൂദ് നബി ചിന്തിച്ച് പോയാൽ പിന്നെ വേർപെട്ട് പോകും അവയവങ്ങൾ തന്നെ. യഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 325 4 വന്നതാ. കണ്ടാൽ ഉസൈദ് ഇബ്നു ഉദൈർ ഒരു മയ്യത്ത്, തിന്നാതെ തന്നെ നടക്കുമേ പല മുദ്ദത്ത്. മയ്യത്ത് ഖബറിൽ വെച്ചതൊന്നവർ കണ്ടുപോയി, അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടതായി. ശവമഞ്ചമിൽ എടുത്തിട്ട് കൊണ്ടാ പിന്നെ വീട്ടിൽ ചുമന്നും കൊണ്ട് പോയതു തന്നെ. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 24-ാം പേജ് അതിൽ വിവരിച്ചതാ. മനുഷ്യൻ്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ. മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ, അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. രോഗിക്ക് മറ്റെല്ലാവരെക്കാൾ വേണ്ടതാ, വേഗം തയ്യാറെടുത്തിട്ട് തന്നിരിക്കേണ്ടതാ. മൗത്തെത്തിയാൽ വലഭാഗമിൽ കിടത്തേണ്ടതാ, മുഖമെപ്പോഴും ഖിബിലാക്കി തന്നിരിക്കേണ്ടതാ. അത് ബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്, മലർത്തി കിടത്തണമെന്നു താപിന്നുള്ളത്. മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ, ഖിബിലാക്ക് തന്നിരുപാദവും നീട്ടേണ്ടതാ. ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ, അവരവിടെ നിൽക്കൽ തന്നെ മക്റൂഹുള്ളതാ. കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ, അതുപോലെ നായുണ്ടെങ്കിലും ആട്ടേണ്ടതാ. സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ, അംലാക്കുകൾ കടക്കുന്നതിന്നതു നല്ലതാ.